ജനപിന്തുണ ഉറപ്പാക്കാൻ സ്വന്തം മണ്ഡലത്തിൽ ഇന്ന് വൈകിട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനൊരുങ്ങുകയാണ് PV അൻവർ. CPM ജില്ലാ സെക്രട്ടറിയെ ആരുടെ തടവറയിലാണെന്ന് വൈകിട്ട് പറയുമെന്നും PV അൻവർ പ്രഖ്യാപിച്ചു. 200ഓളം ആളുകൾ പ്രസംഗം കേൾക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അൻവറുടെ പ്രതികരണം. വിശദീകരണത്തിന്റെ ഒന്നാമത്തെ യോഗം വൈകിട്ട് 6:30 മണിക്ക്. അതിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇനിയുള്ളൊരു 10 ദിവസത്തെ കാര്യങ്ങൾ, ആ കാര്യങ്ങളും വിശദീകരിക്കും. പോലീസ് പ്രൊട്ടക്ഷൻ ആദ്യം ഉണ്ടല്ലോ, അതിപ്പോൾ ഒന്നുകൂടി അവർ ശക്തിപ്പെടുത്തുന്ന ഗവൺമെന്റിനോട് നന്ദിയുണ്ട്. 200 ആളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ കാര്യം അല്പം കൈവിട്ടൊക്കെ പോയിട്ടുണ്ട്. സർക്കാർ ദാ പണി കൊടുത്തിരിക്കുന്നു. PV അൻവർ MLA വൈകുന്നേരം എന്ത് പണിയാണ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. മാത്രമല്ല, ഈ പാലക്കാട് ഒരു സംഘർഷമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്? പൂജ, അൻവറിനെതിരെ കേസെടുക്കുന്നു. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരോട് അൻവറിനെതിരെ രംഗത്തിറങ്ങാനുള്ള ആഹ്വാനമുണ്ടായിരുന്നു. ഈ കൊലവിളി മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അല്പം മുമ്പ് വരെ പാലക്കാട് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നിലമ്പൂരുണ്ടാകാൻ പോകുന്ന ഈ പൊതുസമ്മേളനത്തിന് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടാകുമോ എന്നൊക്കെ ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുക തന്നെയാണ്. പക്ഷേ അൻവർ മുന്നോട്ട് തന്നെയാണ്. നിലമ്പൂരിൽ പലതും പറയാം എന്ന് അൻവർ ആവർത്തിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി അൻവർ ഉയർത്തിയ പല ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാവുന്നു. CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ വരെ അൻവർ തിരിഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം ഒരു വിശദീകരിച്ചുകൊണ്ട് തന്നെയുള്ള വിശദീകരണ യോഗമാകുമെന്ന് നമുക്കെന്തായാലും ഉറപ്പാണ്. അത്തരത്തിൽ അൻവറിനെ കേൾക്കാൻ ആളുകൾ എത്തുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയപരമായി വരുന്ന ചോദ്യം. അതിനേറെ പ്രസക്തിയുമുണ്ട്. കാരണം ഇത്തരത്തിൽ CPM ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നു, ഇത്തരത്തിൽ CPM അൻവറിനെ ഉള്ള എന്താ ബന്ധവും ഉപേക്ഷിക്കുന്നു, പാർട്ടി പ്രവർത്തകരോട് തിരിയാൻ പറയുന്നു. എന്നിട്ടും ആളുകൾ നിലമ്പൂരിൽ അൻവറിനെ കാണാൻ എത്തുന്നുണ്ടെങ്കിൽ, അൻവറിനെ കേൾക്കാൻ എത്തുന്നുണ്ടെങ്കിൽ അത് അൻവറിനുണ്ടാക്കുന്ന ഒരു ഊർജ്ജം, അൻവറിന്റെ ശക്തി പ്രകടനമായി തന്നെ വിലയിരുത്താം. ഇനി എങ്ങോട്ട്, ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിലേക്കുള്ള ഉത്തരമായി തന്നെ ഒരു രാഷ്ട്രീയ ഭാവി കൂടി നിലനിൽക്കുന്ന പ്രശ്നമാണ് അൻവറിനെ സംബന്ധിച്ച്. എന്തായാലും അത്തരത്തിൽ വലിയൊരു പ്രസക്തിയോടെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പൊതുയോഗമാണ് 6 മണിക്ക് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്.